ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏതാണ്ട് 1400 ലക്ഷത്തിലധികം ആൾക്കാർ അനാഥത്വത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. 140 മില്യൺ ആൾക്കാർ അനാഥരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പനും അമ്മയും ഇല്ലാതെ, കേൾപ്പോരും കേൾവിക്കാരുമില്ലാതെ, ബന്ധുക്കളില്ലാതെ, ഒരു സംരക്ഷണയില്ലാതെ 140 മില്യൺ ആൾക്കാർ അനാഥത്വത്തിൽ ജീവിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 20 മില്യൺ കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള 20 മില്യൺ കുട്ടികൾ, 200 ലക്ഷം വരുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അനാഥരാണ്. 35 മില്യൺ 350 ലക്ഷത്തിനടുത്ത 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സിംഗിൾ പാരൻറ്റിൻ്റെ കീഴിൽ, അഥവാ അപ്പനോ അമ്മയോ മാത്രമുള്ള, ഒന്നുകിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ മാത്രമുള്ള പകുതി അനാഥത്വത്തിൽ ജീവിക്കുന്ന 350 ലക്ഷം കുട്ടികൾ ഇന്ത്യയിൽ മാത്രമുണ്ട് എന്ന് പറയുന്നു. അതിൽ 200 ലക്ഷം കുട്ടികൾ തീർത്തും അനാഥരായിട്ട്, അപ്പനോ അമ്മയോ ഇല്ലാതെ അനാഥത്വത്തിൽ ജീവിക്കുന്ന 200 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. ജീവിതത്തിൽ അനാഥത്വത്തിലേക്ക് പോകുക എന്നത് അതൊരു ശാപമായിട്ടാണ് പലരും കണക്കാക്കിയിരിക്കുന്നത്. അപ്പൻ അമ്മ ഇല്ല എങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ടാണ് ലോകം കണക്കാക്കുന്നത്. അപ്പനമ്മമാരില്ലാത്ത മക്കളെ വേറൊരു കണ്ണിലൂടെയാണ് ലോകം വീക്ഷിക്കുന്നത്. അവരെ എന്തും ചെയ്യാൻ, അവർക്ക് നേരെ ഏത് ഉപദ്രവവും നടത്താൻ, അവരെ എങ്ങനെയും ഉപദ്രവിക്കാൻ ഒരു പേടിയുമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് സംരക്ഷണം നൽകാൻ ഒരാളുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ധൈര്യം നൽകുന്ന ഒന്നാണ്. പക്ഷെ നോക്കൂ, ലോകത്തിൽ 140 മില്യൺ വരുന്ന 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അനാഥത്വത്തിൽ ജീവിക്കുമ്പോൾ, ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 200 ലക്ഷം വരുന്ന 200 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ അനാഥത്വത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അധികം നമുക്ക് കിട്ടിയ അപ്പനമ്മമാരെ ഓർത്ത്, ദൈവം നമുക്ക് ദാനമായി നൽകിയ മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നറിയാമോ? ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു അനാഥത്വത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ വളരെ ഹൃദ്യമായിട്ടൊരു സന്ദേശമുണ്ട് പ്രിയരെ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവനിൽ നമ്മെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം അവൻ നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആ ദൈവവചനത്തിന് ഞാൻ ഒരുപാട് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്നവരിൽ അനാഥരായി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വളരെ ധൈര്യത്തോടുകൂടെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളെ ഒരുവൻ ദത്തെടുത്തിരിക്കുന്നു. അവിടുത്തെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ആ കർത്താവ് നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാൻ വകയുണ്ട്. ലോകത്തിൽ ആര് തരുന്നതിനേക്കാൾ വലിയ സംരക്ഷണ, ലോകത്തിൽ ഏതൊരു മനുഷ്യൻ ഒരുക്കുന്നതിനേക്കാൾ വിശാലമായിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ, സൗകര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുമെന്നുള്ളത് ഏറ്റവും വസ്തുതാപരമായിരിക്കുന്ന വസ്തുതയാണ്. പോരാ, ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അനാഥത്വത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പനമ്മമാർ ഉണ്ടായിരിക്കെ, മക്കളുണ്ടായിരിക്കെ, ജീവിത പങ്കാളികളുണ്ടായിരിക്കെ, സഹോദരങ്ങളുണ്ടായിരിക്കെ അനാഥരായി പോയ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയുന്നു: നിങ്ങളെ ഒരാൾ ദത്തെടുത്തിട്ടുണ്ട്. അവിടുത്തെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ദത്തെടുപ്പ് എന്നത് നമുക്ക് ഒരു കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഒരു അനുകമ്പ തോന്നുന്ന ഒരു പദമാണ് ദത്തെടുക്കുക എന്നത്. ആരോരുമില്ലാത്ത ഒരാളെ, ആരൊക്കെ ഉള്ള ഒരാൾ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അനുകമ്പ തോന്നുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ ആ ദത്തെടുപ്പ് ദൈവത്തോടുള്ള ബന്ധത്തിലാകുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയുണ്ട്. 2 കാര്യങ്ങളാണ് എനിക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, നമുക്കിനി ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് ദത്തെടുപ്പ് നിമിത്തം നമ്മളിലുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. നിങ്ങൾക്കാരുമില്ല എന്നുള്ളൊരു തോന്നലിലാണ് ഇന്നും നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരോട് കൽപ്പിക്കാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുമായി തീരാൻ ഒരാൾ നിങ്ങൾക്കുണ്ട് പ്രിയരെ. കർത്താവ് നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം
നിങ്ങളിലുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ലോകത്തിലുള്ള ഏതൊരാൾക്കാരെക്കാളും, ആര് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ കരുത്ത് പകരുന്നത് ഈ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. ആ ദത്തെടുപ്പ് നടന്നിരിക്കുന്നു എന്ന് ചിന്തയുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ സകലത്തെയും അട്ടിമറിക്കാൻ കഴിവുള്ള, ലോകത്തിൽ ഏതൊരു സംഗതിയെയും കീഴ്മേൽ മറിക്കാൻ കഴിവുള്ള, ലോകത്തിൽ ഏതൊന്നിനെയും വരുതിക്ക് നിർത്താൻ കഴിവുള്ള ആ വലിയ പിതാവ് നമ്മെ ദത്തെടുത്തിരിക്കുന്നു എന്നുള്ള ആ വലിയ ദൗത്യത്തിനായിട്ട്, ആ ചിന്തയ്ക്കായിട്ട് ഇന്ന് രാവിലെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇനി നിങ്ങൾ അനാഥത്വത്തിൽ ജീവിക്കേണ്ടുന്നവരല്ല, ഇനി നിങ്ങൾ പട്ടിണിയിൽ ജീവിക്കേണ്ടുന്നവരല്ല, ഇനി നിങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടുന്നവരല്ല, ഇനി നിങ്ങൾ ബുദ്ധിമുട്ടിൽ ജീവിക്കേണ്ടവരല്ല, മറിച്ച് നിങ്ങളെ ഒരാൾ ദത്തെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ സമൃദ്ധിയിൽ ജീവിക്കാൻ, ആ വലിയ ആനന്ദത്തിൽ ജീവിക്കാൻ കർത്താവ് ഇന്ന് രാവിലെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ദത്തെടുപ്പ് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും കുഞ്ഞുങ്ങളെ മക്കളില്ലാത്ത ദമ്പതിമാർ ദത്തെടുക്കുകയാണെങ്കിൽ ആ ദത്തെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ദമ്പതിമാർ അവർ അപൂർണരായതുകൊണ്ടാണ് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നത്. അവർ തങ്ങളിൽ തന്നെ പൂർണ്ണതയുള്ളവരല്ലാത്തത് കൊണ്ടാണ് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നത്. ദൈവം നമ്മളെ ദത്തെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ കൂടാതെ ദൈവം അപൂർണനായിരിക്കുന്നു എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടിട്ടാണ് ദൈവം നമ്മെ ദത്തെടുത്തത്. നമുക്കാരോരും ഇല്ലാത്തത് കൊണ്ടോ കേൾപ്പോരും കേൾവിക്കാരും ഇല്ലാത്തത് കൊണ്ടോ നമ്മളിങ്ങനെ ഒറ്റത്തടിയായി നടക്കുന്നത് കൊണ്ട് ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നി നമ്മളെ ദത്തെടുത്തു എന്നുള്ളതല്ല അതിൻ്റെ വസ്തുത. അതിനേക്കാൾ അല്പം കൂടി ഉയർന്ന ഒരു ചിന്ത അതിനകത്തുണ്ട്. ആ ചിന്ത ഇതാണ്: നമ്മളെ കൂടാതെ ദൈവം അപൂർണനായിരിക്കുന്നു എന്ന് ദൈവത്തിന് തോന്നിയിട്ടാണ് ദൈവം നമ്മെ ദത്തെടുത്തത്. ആ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിങ്ങളില്ലാതെ കർത്താവിന് പറ്റത്തില്ല, നമ്മളില്ലാതെ കർത്താവിന് പറ്റത്തില്ല എന്നുള്ള വലിയ ചിന്തയിൽ നിന്നിട്ടാണ് പ്രിയരെ ദൈവം നമ്മളെ ദത്തെടുത്തിരിക്കുന്നത്. അതെത്ര വലിയ സൗഭാഗ്യകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. നമുക്കാരോരും ഇല്ലാത്തത് കൊണ്ട് കർത്താവ് നമ്മളെ വന്ന് എടുത്തുകൊണ്ട് പോയെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളെ കൂടാതെ കർത്താവിന് ജീവിക്കാൻ കഴിയുന്നില്ല, നമ്മളില്ലാതെ കർത്താവിന് ഒക്കുന്നില്ല എന്നുള്ള ആ വലിയ ചിന്തയാണ് നമ്മളെ ദത്തെടുക്കാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത്. ആ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ കൂടാതെ കർത്താവ് അപൂർണനായിരിക്കുന്നു. ആ ചിന്തയിലാണ് അവൻ നമ്മളെ സ്വീകരിച്ചത്, ആ ചിന്തയിലാണ് അവൻ്റെ കുടുംബത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തത്, ആ ചിന്തയിലാണ് കർത്താവ് നമ്മളെ ദത്തെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഇനി അനാഥരല്ല, നിങ്ങൾ ഇനി പട്ടിണിയിൽ ജീവിക്കേണ്ടുന്നവരോ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടുന്നവരല്ല. നിങ്ങളെ കൂടാതെ അവന് കഴിയത്തില്ല എന്നുള്ള ബോധ്യത്തിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. സങ്കീർത്തനം 68-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്: ദൈവം അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാണ്. ഇന്ന് രാവിലെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നും അനാഥരെ പോലെ ജീവിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളെ കൂടാതെ ദൈവം പൂർണ്ണനാകുന്നില്ല, അതുകൊണ്ട് അവൻ നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. നിങ്ങളെ കൂടാതെ കർത്താവിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവൻ നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ ജീവിതത്തിൽ ഏകാകികളല്ല, മറിച്ച് എല്ലാമുള്ള ഒരുവൻ, ഈ സകല നിർമ്മാണത്തിൻ്റെയും ഈ സകല അണ്ടകടാകത്തിൻ്റെയും ഉടമസ്ഥൻ നിങ്ങളുടെ പിതാവായിരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ അനാഥരല്ല, നമ്മൾ സനാഥരാണ്. ഒരു വലിയ അപ്പൻ നമ്മുടെ കൂടെയുണ്ട്, വലിയൊരു പിതാവ് നമ്മുടെ കൂടെയുണ്ട്. അവനോടൊത്ത് ഒരുമിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഈ ലോകത്തിൽ ജയകരമായ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിച്ച് എൻ്റെ ചിന്തകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.